أنا بعد أبوسك. أوه. ദുബായ് നഗരത്തിന്റെ ഐക്കണായ ബുർജുൽ അറബിന് തൊട്ടരികിൽ ഇങ്ങനെയൊരു സ്ഥാപനമുണ്ട്. 150ഓളം ഭിന്നശേഷിക്കാരെ സ്നേഹത്തോടെ പരിപാലിക്കുന്ന ഒരു കേന്ദ്രം. കുട്ടികളും മുതിർന്നവരുമടക്കം 150ഓളം ഭിന്നശേഷിക്കാരെ താമസിപ്പിച്ച് അവർക്ക് ചികിത്സകളും പരിശീലനവും നൽകി സംരക്ഷിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ അപൂർവം സ്ഥാപനങ്ങളിലൊന്നാണിത്. 20 വർഷം മുമ്പ് ഇത്തരമൊരു സ്ഥാപനത്തിന് രൂപം നൽകിയ എമിറാത്തി വനിത നാദിയ ഖലീൽ അൽ സയാഹാണ് നമ്മോടൊപ്പം ഉള്ളത്. ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ തളർന്നു പോകുന്നവരാണ് നമ്മിൽ പലരും. എന്നിട്ടും ഇത്രയും ഭിന്നശേഷിക്കാരുടെ സംരക്ഷണം ഏറ്റെടുക്കാനുള്ള കരുത്ത് എന്തായിരുന്നു എന്ന ചോദ്യത്തിന് നാദിയ അൽ സയാഹിന്റെ ഉത്തരം ഒറ്റ വാക്കായിരുന്നു: ലോകത്തിലെ ഏറ്റവും കരുത്തുള്ളൊരു വാക്ക്. Love. So one word. Love. And after this long experience of 40 years with working in special needs field, they don't need more than love. The challenge is to give them that love, because the success is this love. As much as you give, you will see. I think you just for a few minutes you've been with me, you saw they don't need more than this hug and love. Just to make them feel that they are safe, they are their life is full of happiness. So the challenge is to reach the point of love. Yes. കഴിഞ്ഞ 40 വർഷമായി ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിക്കുന്ന ഇവർ പറയുന്നത് സത്യമാണ്. ഈ കുട്ടികളെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ അവർ തിരിച്ചു തരുന്ന സ്നേഹത്തിന് മുന്നിൽ പകരം എന്തു നൽകുമെന്നറിയാതെ നമ്മൾ നിസ്സഹായരായി പോകും. അതുകൊണ്ടാണ് ഇവർക്കെല്ലാം നാദിയ പ്രിയപ്പെട്ട അമ്മ അഥവാ മാമ നാദിയയാകുന്നത്. ഈ കുട്ടികൾക്ക് മാത്രമല്ല, ഇവിടെ ജോലി ചെയ്യുന്ന 160-ലേറെ ജീവനക്കാർക്കും ഇവർ മാമയാണ്, മാമ നാദിയ. 20 വർഷത്തോളം UAE സാമൂഹികക്ഷേമ വകുപ്പിൽ ഭിന്നശേഷിക്കാരുടെ വിഭാഗത്തിൽ ജോലി ചെയ്ത ശേഷമാണ് ഈ കുട്ടികൾക്കായി ഉദ്യോഗസ്ഥ എന്നതിനപ്പുറം പലതും ചെയ്യാനുണ്ടെന്ന തിരിച്ചറിവിൽ നാദിയ 2004-ൽ സെൻസസിന് തുടക്കമിടുന്നത്. I have a very lovely experience during the quarantine of Corona. They've been inside census for 1 year and 8 months. They didn't even go out with the kids. They were taking care of the kids, providing the kids from any germs, bacteria, infections, just putting them in a safe place and taking care of them day and night. That's why, as much as I talk about my staff, I can't say even thank you to them. I hope I can make them happy in this place. മിടുക്കരായി വളർത്താൻ മാതാപിതാക്കൾ ഏൽപ്പിച്ചു പോയവരുണ്ട് ഇക്കൂട്ടത്തിൽ. ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്. ഉത്തരവാദിത്തം ഏൽപ്പിച്ച് പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കാത്തവരുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള പലവിധ വെല്ലുവിളികളുള്ള ഭിന്നശേഷിക്കാർ അവർ ഇവിടെ താമസിച്ച് വളരുകയാണ്. ഇവർ പകർന്നു നൽകുന്ന സ്നേഹത്തിന്റെ ചൂടുപറ്റി. തുടക്കകാലത്ത് വാടകയ്ക്കെടുത്ത വില്ലകളിൽ ഈ കുട്ടികളെ പാർപ്പിച്ച് ശുശ്രൂഷിക്കാൻ തീരുമാനിച്ച ഇവർക്ക് മുന്നിലെ വഴികൾ അത്ര എളുപ്പമായിരുന്നില്ല. വാടക നൽകാൻ പോലും പണം കണ്ടെത്താനാകാതെ വില്ല ഒഴിയാൻ സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിചാരിതമായി ദുബൈയുടെ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ആ വഴി കടന്നു പോകുന്നത്.
ബാക്കി കഥ മാമാ നാദിയ തന്നെ പറയും. I'm very lucky to have His Highness Sheikh Mohammed as father of Sheikh, and this government gave us a big opportunity to work and support and give our love to those kids. So this building has been gifted by His Highness to these kids. So I'm trying my best to make it as much as I can, full of happiness, because this is the great, and thanks from them to their father, His Highness Sheikh Mohammed, to say thank you for the lovely home, for the lovely school that he had given us. ഈ കുട്ടികളുടെ സംരക്ഷണത്തിനായി ദുബൈ ഭരണാധികാരി അടുത്ത ദിവസം മുതൽ 2 കെട്ടിടങ്ങൾ വിട്ടു നൽകി. വൈദ്യുതിയടക്കം സേവനങ്ങൾ സൗജന്യമാക്കി. അന്ന് താൻ സംസാരിക്കുന്നത് ദുബൈയുടെ ഭരണാധികാരിയോടാണ് എന്ന് പോലും തിരിച്ചറിയാതെ ഷെയ്ഖ് മുഹമ്മദിന് മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത് വർഷങ്ങളായി തനിക്കൊപ്പമുള്ള മലയാളി സഹപ്രവർത്തകൻ സിദ്ദീഖായിരുന്നുവെന്ന് നാദിയ ഓർക്കുന്നു. മാമാ നാദിയയുടെ മലയാളി ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത്. 20 വർഷത്തോളമായിട്ടുണ്ട്. 18 വർഷം കഴിഞ്ഞു. ഒന്ന് പരിചയപ്പെടുത്തിക്കും. എൻ്റെ പേര് സിദ്ദീഖ്. ഞങ്ങളെ എല്ലാമാണ് മാമ. ഞങ്ങളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മാമയാണ്. മാമം ഫാമിലി, ഓൾ ഫാമിലി ഈ സപ്പോർട്ടിങ് ഫോർ അവർ കിഡ്സ്. പലതരം വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ, പലർക്കും വേണ്ടത് പലതരം പരിചരണങ്ങൾ, പലതരം പരിശീലനങ്ങൾ. അവയ്ക്കെല്ലാം നിലവാരമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് മെയിനായിട്ട് 3 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്: അഡ്മിനിസ്ട്രേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. എല്ലാത്തിലും അതിൻ്റേതായിട്ടുള്ള ഹെഡ് ഹൗസും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറുണ്ട്, അതേപോലെ നഴ്സസ് ഉണ്ട്, അതേപോലെ ഫിസിയോതെറാപ്പി ഉണ്ട്. പിന്നെ തെറാപ്പി സെക്ഷൻസ് നമുക്ക് ഒക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, അതേപോലെ സൈക്കോളജി, അതേപോലെ എല്ലാ തെറാപ്പീസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാമാ നാദിയയുടെ ഇവിടുത്തെ സഹപ്രവർത്തകർ പലരും 10ഉം 15ഉം വർഷങ്ങൾ പിന്നിട്ടവരാണ്. So, Salam. This is one. Ask her how many years with Mama Nadia. How many years? No, in Malayalam. Yeah. 17 വർഷമായി. Okay. പേരെന്താ? Ask her if she want to leave census or not. In Malayalam. സെൻസസ് വിടാൻ തീരുമാനമില്ല. Till her work with my kids and my children. They got married and they want her to work with them. വീട്ടിൽ നിന്നിട്ടുണ്ട് 8 വർഷം ഞാൻ. ആദ്യം ഞാൻ 2005 പഴയ സെൻസസിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഡെലിവറി ഇതൊക്കെ കഴിഞ്ഞ് പോയി 8 വർഷം. പല ജീവനക്കാരും അവരുടെ കുടുംബങ്ങളുമായി പതിറ്റാണ്ടുകളുടെ ബന്ധമുണ്ട് മാമാ നാദിയക്ക്. അങ്കിള് ഇവരുടെ വീട്ടിൽ, മാമയുടെ വീട്ടിൽ പണിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്കിള് പറഞ്ഞു ഇങ്ങനെ സ്ഥാപനമുണ്ട്, നീ ഒന്ന് പോയി നോക്ക്. അപ്പോൾ അവിടെ പോയി അപ്പോൾ ഒരു ചെറിയൊരു വില്ലയായിരുന്നു. ഒരു വില്ല, 3 വില്ലയിലുണ്ടായിരുന്നു സ്ഥാപനം. ഫസ്റ്റ് വില്ലയിൽ അഡ്മിനിസ്ട്രേഷനും പിന്നെ 2 വില്ലയിൽ താമസമായിരുന്നു. അവിടെ പോയി കുട്ടികളെ കണ്ടു, ഒരു ഇൻ്റർവ്യൂ ചെയ്തു. അതിനുശേഷം അവിടെ വന്നു. കോവിഡ് കാലത്ത് പോലും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി 1 വർഷം വീട്ടിൽ പോകാതെ കൂടെ നിന്നവരാണ് തൻ്റെ ടീമെന്ന് അഭിമാനത്തോടെ നാദിയ പറയുന്നു. ഭിന്നശേഷിക്കാരെ പരിചരിക്കുമ്പോൾ ഓരോരുത്തരും നേരിടുന്ന വെല്ലുവിളികൾ തിരിച്ചറിയേണ്ടതുണ്ട്. Many of them they have different kind of disabilities. Some of them have physical disabilities, so obviously the challenges for moving them from place to place. Most of them are on wheelchairs. Some of them are have mental disabilities. They are aggressive. They beating themselves. So we're trying our best just to manage these kids. ഈ കേന്ദ്രത്തിൽ ഭിന്നശേഷിക്കാരുടെ പരിചരണം ഏറ്റെടുക്കേണ്ടതില്ലാത്ത ജീവനക്കാരും കുട്ടികൾക്കൊപ്പം ചെലവിടാൻ സമയം കണ്ടെത്തും. ഞാനിവിടെ അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്. അക്കൗണ്ട്സ് മാത്രമല്ല, ഫ്രീ ടൈമിൽ ടീച്ചിങ്ങും ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നതിലുപരി നമ്മൾ ആ ഒരു അക്കൗണ്ട്സ് മാത്രം അല്ലെങ്കിൽ വേറെ ഒരു വർക്കിലായിരിക്കില്ല. നമ്മൾ ഓൾ ടൈം നമ്മൾ ഫ്രീ ടൈമിൽ കിഡ്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്സാണ്.
അവർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരെന്തെങ്കിലും നമ്മളെ കണ്ട് വയ്ക്കുന്നതൊക്കെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകതര ഹാപ്പിനെസ്സാണ്. ഈ കേന്ദ്രത്തിലെ ഓരോ അന്തേവാസിയെയും നേരിട്ടറിയുന്ന പോലെ തന്നെ ഓരോ സഹപ്രവർത്തകനെയും മാമാ നാദിയയ്ക്ക് നന്നായി അറിയാം. സഫ്വാന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനടക്കം 2 തവണ കേരളത്തിലെത്തിയിരുന്നു അത്യാവശ്യമൊക്കെ മലയാളം കൈകാര്യം ചെയ്യുന്ന നാദിയ. When I went there last time, because the cook, he was working in our house for 45 years. So we went to make his son get married. Okay. And I have his cousin again with me from 18 or 19 years. So maybe most of the Malayalam, no? People who works here almost above 15, most of them. So this is because I'm lucky to have them with me. MashaAllah, this is more than enough for me to have people full with positive energy. I like to visit them. I like to attend their marriage. Safwan will get married on August, September. Inshallah, I will go to his marriage. I'll attend his marriage. സെൻസസിൽ പിച്ചവെച്ച ഭിന്നശേഷിക്കാർ പലരും ഇപ്പോൾ മുതിർന്നവരായിരിക്കുന്നു. ഇത്തരമൊരു കേന്ദ്രത്തിനപ്പുറത്തേക്ക് അവർക്കൊരു ജീവിതം നൽകാൻ നാദിയയ്ക്ക് ഒരു സ്വപ്നമുണ്ട്. ഇവർക്കായി എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഗ്രാമം. Next dream is to have bigger place for the elder children. Next, to have a big village full of all the services, to make them that everything is close to them with the best quality. And there are you have seen big boys, they are almost to elderly, 55, 56. So I don't think now it's the right place for them to sit. I need to move them to better place which suit their situation, suit their disability. Good. മാമാ നാദിയെ നിർവഹിക്കുന്നത് ഒരു ചെറിയ ദൗത്യമല്ല. അതവർ ഒറ്റയ്ക്ക് നിർവഹിക്കേണ്ടതുമല്ല. നമ്മൾ ഓരോരുത്തർക്കും നാദിയക്കൊപ്പം സ്നേഹസ്പർശം ആഗ്രഹിക്കുന്ന ഈ കുട്ടികൾക്കായി പലതും ചെയ്യാൻ കഴിയും. UAE-യിലെ മലയാളി സമൂഹത്തിനും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും ഈ രംഗത്ത് ഒട്ടേറെ ഉത്തരവാദിത്തം നിർവഹിക്കാനുണ്ട്. പ്രത്യേകിച്ച് വളണ്ടിയറിങ് എന്നുള്ളതിലൂടെ ഇവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ഒരുപാട് സാധനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുണ്ട്. ഇവർക്ക് ബിൽഡിങ്ങിൻ്റെയും ദേവയുടെയും മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടി ഇവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ അത് പല രീതിയിലാണ്. ഇവിടെ കുട്ടികളുടെ ഡയാപ്പേഴ്സ് തന്നെ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും ഒരു ദിവസം എത്ര ഡയാപ്പേഴ്സ് മാറ്റേണ്ടി വരുന്നുള്ളത് ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും ആ കമ്പനി നടത്തുന്നവർക്ക്. അതുപോലെ ഫുഡ് ഐറ്റംസ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നവർ. ഇപ്പോൾ ഹോട്ട് പാക്ക് എന്നുള്ളതിൻ്റെ ഇതിൽ ഞങ്ങളുടെ കുറേ പ്രൊഡക്ട്സ് ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മളുടെ കമ്മ്യൂണിറ്റി ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റും. മാമാ നാദിയയുടെ സ്നേഹ സാമ്രാജ്യത്തിൽ ഒരു ദിവസമെങ്കിലും സന്നദ്ധ സേവനത്തിനായി നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നല്ല മനസ്സുള്ള വളണ്ടിയേഴ്സിനെ ഈ മേഖലയ്ക്ക് ആവശ്യവുമുണ്ട്. ഒന്ന് സ്നേഹിച്ചാൽ 1000 മടങ്ങ് നിഷ്കളങ്കമായി തിരിച്ചു സ്നേഹിക്കുന്ന ഈ ജീവിതങ്ങൾക്കായി നാദിയക്കൊപ്പം നമുക്കും നിൽക്കേണ്ടതുണ്ട്. ആ സ്നേഹം ആസ്വദിക്കാൻ തുടങ്ങിയാൽ ഇവിടെ എഴുതി വെച്ചതുപോലെ നമ്മളും അറിയാതെ പറയും, ശുക്രൻ നാദിയ, നന്ദി, 1000 നന്ദി. വീക്കെൻഡ് അറേബ്യയിൽ ചെറിയൊരു ഇടവേള.